പെരിയ ഇരട്ട കൊലപാതക കേസിൽ പിണറായി സർക്കാർ പ്രതികൾക്ക് വേണ്ടി ചിലവിട്ടത് കോടിക്കണക്കിന് രൂപയാണ്. പ്രതികൾക്ക് വേണ്ടി സർക്കാർ ഇത്തരത്തിൽ കോടികൾ മുടക്കണമെങ്കിൽ CPM-ന് എന്തോ മറയ്ക്കാനുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമായിരുന്നു. CPM പ്രതികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ CBI കേസ് അന്വേഷിക്കാൻ വരാതിരിക്കാൻ വേണ്ടി നിയമപോരാട്ടം നടത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചിലവിട്ടത് 1 കോടിയിലധികം രൂപയായിരുന്നു. ഈ പണം നമ്മുടെ നികുതിയിൽ നിന്ന് ആണ് നൽകിയത് എന്നുകൂടി പറയുമ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് എന്തിനാണ് നമ്മുടെ വിയർപ്പ് പൊടിഞ്ഞുണ്ടായ പണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് CBIക്ക് വിട്ടത്. ഇതിനെതിരെയുള്ള നിയമപോരാട്ടം നടത്തി സർക്കാർ സുപ്രീം കോടതി വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, കേസ് അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം തടയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന്റെ വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ 3 അഭിഭാഷകർക്ക് 88 ലക്ഷം രൂപയാണ് പ്രതിഫലമായി നൽകിയത്. ഇതിനു പുറമെ താമസം, ഭക്ഷണം, വിമാനയാത്രാ കൂലി എന്നീ ഇനങ്ങളിൽ ഈ അഭിഭാഷകർക്ക് വേണ്ടി 2.92 ലക്ഷം രൂപയും ചെലവിട്ടു എന്ന് പറയുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന കേസിലെ CPM പ്രതികളെ ന്യായീകരിക്കാൻ, ഇല്ലെങ്കിൽ ആ CPM കേസിലെ പ്രതികളെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി സർക്കാർ ചിലവാക്കിയത് എന്ന് പറയേണ്ടി വരും. ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലറിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതിയിൽ CBI വരാതിരിക്കാൻ വേണ്ടി ഹാജരായി എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് CBI അന്വേഷണം ഭയമായിരുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് മാത്രം 60 ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത്. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യാട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും കല്യാട്ടെ കൂരങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് 2019 സെപ്റ്റംബറിൽ അന്വേഷണം CBIക്ക് വിട്ടത്. CBI അന്വേഷണത്തിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ അപ്പീൽ തള്ളുന്ന സാഹചര്യമുണ്ടായി. CBI അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിലും എത്തി. തടസ്സ ഹർജിയുമായി എത്തി കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കളും സുപ്രീം കോടതിയിൽ എത്തിയുടെ വലിയ വാദമാണ് സുപ്രീം കോടതി അതിന് സാക്ഷ്യം വഹിച്ചത്. 2019 ഡിസംബർ 1 സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. അന്വേഷണം CBI ഏറ്റെടുത്തു. 2021 ഡിസംബർ 3 CBI അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകുകയും ചെയ്തു. ഏതായാലും CPM-ന്റെ കരുത്തരായ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്, ഈ പ്രതികളെ, ക്രിമിനലായ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കേസിൽ സുപ്രീം കോടതി വരെ സർക്കാർ പോയത്. CBI അന്വേഷണം തടയാൻ വേണ്ടി പോയതെന്ന് ആരും സംശയമില്ല. പക്ഷേ അതിനെന്തുകൊണ്ട് പാർട്ടി പണം എടുത്ത് ഉപയോഗിക്കുന്നതായിരുന്നു നല്ലതെന്നാണ് പറയാനുള്ളത്. സത്യത്തിൽ നമ്മളെ എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തത് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ നികുതിപ്പണം കൊണ്ട് നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ഈ CPM-ന്റെ കേസ് ബാധിക്കാൻ പോകുന്ന രീതി ഒട്ടുകാര്യത്തിലും ശരിയല്ല എന്നേ പറയാനുള്ളൂ.